ചെടികളോട് ഭ്രാന്തുള്ളവർ ഇങ്ങനെ നഴ്സറിയിലൊക്കെ പോയി എന്ത് ചെയ്യും? ഒരു ചെടി വാങ്ങാനായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ വേറെ ഏതെങ്കിലും ഇങ്ങനെ ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ ഇന്ന് ഇതും കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വരില്ലേ. ചിലപ്പോൾ കൂടെ വന്നവർ ചിലപ്പോൾ ചീത്തയൊക്കെ പറയാം. പക്ഷേ ഇത് എനിക്ക് ചീത്ത കേൾക്കാതെ എൻ്റെ കയ്യിൽ കെട്ടിയ ചെടിയാണ് കേട്ടോ. വേറൊരു മെലസ്റ്റോമ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ വേറെ അഡിനിയം ചെടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറിയിൽ പോയതാണ്. അപ്പോൾ കണ്ടതാണ് ഈ ജമന്തി കേട്ടോ. ജമന്തി എൻ്റെ കളക്ഷൻസിലൊന്നും ഇല്ല. നാടൻ ജമന്തിയുടെ തൈകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇതുവരെ വിരിഞ്ഞിട്ടില്ല. കുറേ നന്നായി വന്നാലും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പോട്ടും അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ ഇത്? അപ്പോൾ ഇൻഡോർ പോട്ടാണത്, ഹോളില്ലാണ്ട് അതിൻ്റെ ഇൻസൈഡ് പോട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങളിത് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ വയ്ക്കുന്നതുകൊണ്ട് ഇതിനൊത്തിരി വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട്. ഒത്തിരി ഡീപ്പ് വെയിലൊന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ വെച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അതിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ പോട്ടിലോട്ട് അത് മാറ്റി നടണം. പിന്നെ 2 കളറാട്ടോ അതിൽ ജമന്തിയിൽ. ഒരു പിങ്ക് അല്ല പീച്ചും അല്ലാത്ത ഒരു കളറും, പിന്നെ ഒരു യെല്ലോ കളർ ഷെയ്ഡ്. യെല്ലോ എന്ന് പറഞ്ഞാൽ പക്ക യെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ചിഷ് കളറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയപ്പോൾ അതേപോലെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുമോ എന്താണെന്നൊക്കെ ഇനി അതൊന്ന് നോക്കണം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. ഇതെന്താ കുഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു ഇല പിടിച്ച് വലിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ബായ്.